അവസ്ഥാപരിവർത്തനത്തിന് കാരണമായ ഊർജ്ജരൂപം ഏത്? താപോർജ്ജം. താപം ആഗിരണം ചെയ്യുമ്പോൾ കണികകളുടെ ഊർജ്ജത്തിന് എന്ത് സംഭവിക്കുന്നു? കണികകളുടെ ഊർജ്ജം കൂടുന്നു. കണികകൾ തമ്മിലുള്ള അകലത്തിന് എന്ത് സംഭവിക്കുന്നു? കൂടുന്നു. ഖരപദാർത്ഥത്തിലെ കണികകൾ വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്നു. അവയ്ക്ക് ചലന സ്വാതന്ത്ര്യം കുറവാണ്. വാതകാവസ്ഥയിൽ കണികകൾ വളരെ അകന്ന് സ്ഥിതി ചെയ്യുന്നു. കണികകളുടെ ചലന സ്വാതന്ത്ര്യം കൂടുതലാണ്. താപനിലയിലുള്ള വ്യത്യാസം എന്തിനാണ് കാരണമാകുന്നത്? അവസ്ഥാപരിവർത്തനത്തിന്. ഖരപദാർത്ഥങ്ങൾ ചൂടാക്കിയാൽ ദ്രാവകമാകാതെ നേരിട്ട് വാതകമായി മാറുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേര് ഉത്പതനം. ഉത്പതനത്തിന് ഉദാഹരണമായ ഖരപദാർത്ഥങ്ങൾ പാറ്റ, അയഡിൻ. ചൂടാക്കുമ്പോൾ എളുപ്പത്തിൽ ബാഷ്പമാകുന്ന ഒരു പദാർത്ഥമാണ് അയഡിൻ. ചലന സ്വാതന്ത്ര്യമുള്ള കണികകൾ സ്വയമേവ പരസ്പരം കലരുന്നതിന് എന്തു പറയുന്നു? വ്യാപനം. ഒരേ സ്വഭാവമുള്ള കണികകളാൽ നിർമ്മിതമായ പദാർത്ഥങ്ങളെ എന്ത് വിളിക്കാം? ശുദ്ധപദാർത്ഥങ്ങൾ. വ്യത്യസ്ത സ്വഭാവമുള്ള കണികകളാൽ നിർമ്മിതമായ പദാർത്ഥങ്ങളെ എന്തു പറയുന്നു? മിശ്രിതങ്ങൾ. ശുദ്ധപദാർത്ഥത്തിന് ഉദാഹരണം സ്വർണം, ജലം, ഐസ്. ഖരം ദ്രാവകമായി മാറുന്ന പ്രക്രിയ ദ്രവീകരണം. ദ്രാവകം ഖരമായി മാറുന്ന പ്രക്രിയ ഘനീഭവിക്കൽ. ദ്രാവകം വാതകമായി മാറുന്ന പ്രക്രിയ ബാഷ്പീകരണം. വാതകം ദ്രാവകമായി മാറുന്ന പ്രക്രിയ സാന്ദ്രീകരണം. ഉപ്പുവെള്ളത്തിൽ നിന്ന് ഉപ്പിനോടൊപ്പം ജലവും വേർതിരിച്ച് കിട്ടാൻ ഉപയോഗിക്കുന്ന മാർഗം സേദനം. മിശ്രിതത്തിലെ ഒരു ഘടകം ബാഷ്പീകരണശീലമുള്ളതും മറ്റുള്ളവ സാധാരണ രീതിയിൽ ബാഷ്പീകരിക്കാത്തതുമായാൽ ഏത് പ്രക്രിയയിലൂടെ വേർതിരിക്കാം? സേദനം. കുത്തിവയ്പ്പിനും സ്റ്റോറേജ് ബാറ്ററികളിലും ഉപയോഗിക്കാനുള്ള ഡിസ്റ്റിൽഡ് വാട്ടർ നിർമ്മിക്കുന്നത് ഏത് പ്രക്രിയയിലൂടെയാണ്? സേദനം. മിശ്രിതത്തിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങളുടെ തിളനിലകൾ തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ടെങ്കിൽ അവയെ ഏത് മാർഗത്തിലൂടെ വേർതിരിക്കാം? ആംശിക സേദനം. ക്രൂഡ് ഓയിൽ ഏതിൻ്റെയൊക്കെ മിശ്രിതങ്ങളാണ്? ഹൈഡ്രോ കാർബണുകളുടെ. ക്രൂഡ് ഓയിലിൽ നിന്ന് ഏത് പ്രക്രിയയിലൂടെയാണ് പെട്രോൾ, ഡീസൽ, മണ്ണെണ്ണ, നാഫ്ത തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ വേർതിരിക്കുന്നത്? ആംശിക സേദനം. പരസ്പരം കലരാത്ത ദ്രാവകങ്ങളെ അവയുടെ മിശ്രിതത്തിൽ നിന്ന് വേർതിരിക്കാനുള്ള ഉപകരണമാണ് സെപ്പറേറ്റിംഗ് ഫണൽ. ഉത്പതനത്തിന് ഉദാഹരണമായ പദാർത്ഥങ്ങൾ ഏതെല്ലാം? അയഡിൻ, പാറ്റ, കർപ്പൂരം, അമോണിയം ക്ലോറൈഡ്. കണികകളുടെ ഭാരവ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ മിശ്രിതത്തിലെ ഘടകങ്ങളെ വേർതിരിക്കുന്ന മാർഗം ഏതാണ്? സെൻട്രിഫ്യൂഗേഷൻ. ലാബുകളിൽ രക്തസാമ്പിളുകളിൽ നിന്ന് രക്തകോശം വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗം സെൻട്രിഫ്യൂഗേഷൻ. തൈരിൽ നിന്ന് വെണ്ണ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന പ്രക്രിയ സെൻട്രിഫ്യൂഗേഷൻ. ഒരു ലായകത്തിൽ അലിഞ്ഞു ചേർന്ന ഒന്നിലധികം ലീനങ്ങളെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗം ഏത്? ക്രൊമറ്റോഗ്രാഫി. ക്രൊമറ്റോഗ്രാഫി എന്ന പേര് വരാൻ കാരണം എന്താണ്? നിറമുള്ള പദാർത്ഥങ്ങൾ വേർതിരിക്കാൻ കഴിയുന്നതുകൊണ്ടാണ്. രക്തത്തിൽ കലർന്ന വിഷാംശങ്ങൾ വേർതിരിക്കുന്ന രീതി എന്താണ്? ക്രൊമറ്റോഗ്രാഫി. സൂക്ഷ്മ സുഷിരങ്ങളിലൂടെ ഭൂഗുരുത്വത്തിന് എതിരായി ദ്രാവകങ്ങൾ മുകളിലേക്ക് ഉയരുന്ന പ്രതിഭാസമാണ് കേശികത്വം.